പത്മകുമാരനും ഞാനൊരു ഇടത് നേതാവായിട്ട് കണക്കാക്കുന്നത്. അല്ല, ഞാൻ ഇടത് നേതാവായി പാട്ടെ ഞാൻ പറയുന്ന നോക്കൂ, നമ്മൾ ഇത്ര നല്ലൊരു രാവിലെ ഈ ഒരു ചർച്ച കൊണ്ടുപോയിട്ട് അയാളിലേക്ക് എതിരിക്കട്ടെ. ഞാൻ അവരെ ഒന്നും ഒരു ഇടത് നേതാവായിട്ട് കണക്കാക്കുന്നില്ല. ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന ഒരാളായിരുന്നു വേണമെങ്കിൽ പറഞ്ഞു. നിങ്ങൾ ഇടത് നേതാവ് എന്നെല്ലാം മറ്റു വലിയൊരു സംഭവം ഉണ്ടാക്കാതെ ഒരു ഇടത് നേതാവ് എന്നെല്ലാം പറഞ്ഞത് എന്താണ്? ഇടത് നേതാവ് എന്നൊക്കെ പറയുന്നത് വലിയ നേതാക്കൾ. ഞാൻ ഒരു നേതാവ്, ഞാൻ ഒരു സാധാരണ പ്രവർത്തകൻ. ഇടത് നേതാവ് എന്ന് പറയുന്നതിനകത്തൊന്നും ഈ പത്മകുമാരൊന്നും പെടുത്തണ്ട. എൻ വാസു, പത്മകുമാറൊക്കെയാണ് ഇടത് നേതാക്കന്മാര്. എന്തോ ഒരു നേതാക്കന്മാര് കേരളത്തിലുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ പറയുന്നത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിലവിൽ പുതിയത് പ്രകാരം 60-40 ആകും. അതന്നെ ഇതിന്റെ പ്രശ്നം പറഞ്ഞാൽ ബേസിക്കായ ഫണ്ടാണല്ലോ. ബേസിക്കായ ഒരു കാര്യം പറഞ്ഞാൽ ഫണ്ടാണ് എന്ന് പറഞ്ഞാൽ 750 ഇപ്പൊ 1000 രൂപ ഒരു കൊടുത്തോണ്ടിരുന്നത് 750 രൂപയായിട്ട് ചുരുങ്ങും. വിഹിതത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ചെറിയ 1000 രൂപ ഞാൻ പറയുന്നത് 100 ദിവസത്തെ നിങ്ങൾ 10 രൂപ വെച്ച് കൊടുക്കുമ്പോൾ 125 ദിവസത്തേക്ക് 6 രൂപ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. സംസ്ഥാനങ്ങൾ കൂടുതൽ ബാധ്യതയാണ്. ഇപ്പോൾ തന്നെ ഓരോ നിയമത്തിലൂടെയും കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള ഫണ്ട് ഇങ്ങനെ വർദ്ധിക്കുകയും സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി ഞെരുങ്ങുകയും ചെയ്യുമ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് ഒന്നും കൂടെ ഒരു സംസ്ഥാനങ്ങളുടെ തലക്കുള്ള അടിയാണ്. അല്ല, ഉറപ്പായിട്ട് പാർലമെന്റിലെ UPA കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ സമ്മർദ്ദ ഫലമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. പക്ഷെ അത് അവസാനം ഇപ്പോൾ ഈ അവസ്ഥയിലെത്തുന്ന സ്ഥിതി ഉണ്ടായി. അതിൻ്റെ ശക്തിപ്പെടുത്താൻ പറഞ്ഞിടത്ത് അതിനെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യമായി. UDF പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ഓല സൗകര്യം പോലെ അവകാശം പോലെ അത് ചെയ്യട്ടെ. പക്ഷേ കേരളത്തിലെ SIT അന്വേഷണത്തെ സർവാത്മന സ്വാഗതം ചെയ്തവരാണ് ഇവർ ഓരോരുത്തരും. അതിനകത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരുന്നവരാണ്. കേരളത്തിൻ്റെ ഇമേജ് എങ്ങനെയാണ് ദേശീയ തലത്തിൽ മോശമാക്കുക എന്നുള്ളതിൽ ഗവേഷണം നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ പറയും. ഇത് കേരളം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഭീകരവാദികളുടെ കേന്ദ്രമാണ്, ഇവിടെ ലവ് ജിഹാദ് മാത്രമാണ്, ഇവിടെയുള്ള പെൺകുട്ടിയൊക്കെല്ലാം ഒളിച്ചോളിൽ മാത്രമാണ് പണി എന്നൊക്കെയുള്ള വലിയ ഒരു നരേഷൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും സാർവദേശീയ തലത്തിലും ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. ഇവിടെ മുഴുവൻ ഈ ഭീകരവാദികളെ പ്രൊഡക്ഷൻ സെൻ്ററാണ്. ഇപ്പം അതിൻ്റെ തിരിച്ചിട്ട് കോൺഗ്രസ് ആ പ്രചരണത്തിൻ്റെ വേറൊരു വക്താക്കളായിട്ട് നിൽക്കുകയാണ്. ഇവർ രണ്ടു കൂട്ടരും കേരള വിരുദ്ധരാണ്. അവിടെ ചില കാര്യങ്ങൾ നടന്നു. ആ നടന്ന കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കുന്നു. അതിനൊരു ദേശീയ പ്രശ്നമായി ഉന്നയിച്ചുകൊണ്ട് ഈ നിലയിൽ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ല. അന്വേഷണം നടക്കുന്നു. ഇവരുടെ ഒരു നേതാവ് പോയി അവിടെ എന്തോ SITയുടെ മുമ്പിൽ തെളിവ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു, എന്തെല്ലോ ബോംബ് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. ഇതുവരെ ഒന്നും കാണുന്നില്ലല്ലോ ഇത്രയും ദിവസമായിട്ട്. എന്തോ ആട്ടെ, അല്ല കൊടുത്തു. എന്നിട്ടിപ്പോൾ ഒന്നും ഈ രാജ്യത്ത് അങ്ങനെ വേറെ അത് നടക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞ അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിനകത്ത് കേരളത്തിലെ അന്വേഷണത്തിനകത്ത് ഇതുവരെ ഒരു അസംതൃപ്തി ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ചൊരു താൽക്കാലികമായ 2010 കണക്കാക്കി നോക്കുമ്പോൾ അത്ര വലിയ വിജയമൊന്നും അല്ലെങ്കിലും അതിൻ്റെ ഒരു ഉന്മാദത്തിൻ്റെ പുറത്ത് വീണ്ടും കേരളത്തെ നാണം കെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്ന് പറയുമ്പോഴാണ് ഒരു വസ്തുത. അല്ല, ഈ ഇടതുപക്ഷ നോക്കൂ, ഞാൻ പറയുന്നത് നോക്കൂ, ഈ ഇടത് നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്മകുമാറും വാസുവും അങ്ങനെ ഇപ്പം ആരെല്ലാം MLA ആകുന്നു, ആരെല്ലാം MP മാരാകുന്നു, ആരെല്ലാം മന്ത്രിമാരാകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇടതു നേതാക്കന്മാർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് മാത്രമല്ല, താഴേക്കടയിൽ ഏറ്റവും നല്ല ബന്ധം ആർക്കാണ്? സാധാരണ പുറത്തിറക്കല്ലേ, അവരുടെ ബിഹേവിയർ നന്നാവണ്ടേ. അപ്പം ഞാനതുകൊണ്ട് ഇവരൊന്നും വലിയ ഇടതു നേതാക്കന്മാരാണെന്ന് കണക്കാക്കുന്നില്ല. പക്ഷേ സെക്രട്ടറി പത്മകുമാരനും ഞാനൊരു ഇടതു നേതാവായിട്ട് കണക്കാക്കുന്നില്ല. അല്ല, ഞാൻ ഇടത് നേതാവായി പാട്ടെ ഞാൻ പറയുന്ന നോക്കൂ, നമ്മൾ ഇത്ര നല്ലൊരു രാവിലെ ഈ ഒരു ചർച്ച കൊണ്ടുപോയിട്ട് അയാളിലേക്ക് എതിരിക്കട്ടെ. ഞാൻ അവരെ ഒന്നും ഒരു ഇടത് നേതാവായിട്ട് കണക്കാക്കുന്നില്ല. ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. അല്ല ഇടത് നേതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന ഒരാളായിരുന്നു വേണമെങ്കിൽ പറഞ്ഞു. നിങ്ങൾ ഇടത് നേതാവ് എന്നെല്ലാം മറ്റു വലിയൊരു സംഭവം ഉണ്ടാക്കാതെ ഒരു ഇടത് നേതാവ് എന്നെല്ലാം പറഞ്ഞത് എന്താണ്? ഇടത് നേതാവ് എന്നൊക്കെ പറയുന്നത് വലിയ നേതാക്കൾ. ഞാൻ ഒരു നേതാവ്, ഞാൻ ഒരു സാധാരണ പ്രവർത്തകൻ. ഇടത് നേതാവ് എന്ന് പറയുന്നതിനകത്തൊന്നും ഈ പത്മകുമാരൊന്നും പെടുത്തണ്ട. എൻ വാസു, പത്മകുമാറൊക്കെയാണ് ഇടത് നേതാക്കന്മാര്. എന്തോ ഒരു നേതാക്കന്മാർ കേരളത്തിലുണ്ട്.